ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നു എല്ലാവരും? ഒരു മിനിറ്റ്. ന്യൂ ഇയറിന് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്, അതിൻ്റെ അകത്തെ റെസിപ്പികൾ എല്ലാം ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണേ. അതിലിഷ്ടപ്പെടുന്ന റെസിപ്പി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു ഒരു കേക്കിൻ്റെ റെസിപ്പി. അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ എത്ര 23-24 മിനിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഇട്ടാൽ കുറച്ചുകൂടെ ലെങ്ത് ആവുമെന്നും പറഞ്ഞ് അത് ഇന്നിട്ട്. നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. എൻ്റെ സൗകര്യക്കേട് കൊണ്ട് എനിക്ക് ഇടാൻ പറ്റാതായിപ്പോയി. അപ്പോൾ നിങ്ങൾ എനിക്ക് ഇനി ഇപ്പോൾ ഇട്ടിട്ട് എന്തോ പ്രയോജനമെന്ന്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ് പ്ലം കേക്ക്. നമ്മുടെ സാധാ ആൾക്കാർക്ക് ഉണ്ടാക്കാവുന്നത്. റിച്ചായിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ വേറെ രീതിയിൽ ചെയ്യുക. ഇതിപ്പം നമ്മുടെ എല്ലാവർക്കും ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ആ റെസിപ്പിയാണ്. പിന്നെ മീറ്റിങ്ങിൻ്റെ കുറച്ചുകൂടെയുള്ള ബാക്കി ഇച്ചിരി പാകങ്ങളോടുണ്ട്, അതുകൂടെ ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കേക്ക് സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഉടനെ അന്ന് കഴിക്കുന്നതിനേക്കായി 2-3 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നത് നല്ല. അപ്പോൾ ഇന്നിപ്പം നാട്ടെ അതിൻ്റെ ബാക്കി ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് അറിയാൻ വേണ്ടി. അതുകൊണ്ട് നല്ല സൂപ്പർ കേക്കായിരുന്നു. അപ്പോൾ ഈ സത്യം ഇന്നലത്തേനേക്കായി 2 ദിവസം കഴിയുമ്പോൾ കഴിക്കാനാ നല്ല ടേസ്റ്റ്. അടിപൊളി കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞു പ്ലം കേക്ക് സാധാരണ 2-3 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ആർക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാമേ. എന്നാൽ ഇത് മീറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഡേയാണ്. അപ്പം പ്രീസമോനെ ഇന്നലെ ഞങ്ങൾ അവിടെ ആക്കിയായിരുന്നു. കാരണം ഈ ഫാനിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബൈക്കിൽ ഞങ്ങളിങ്ങ് പോരുന്നു. മുരിങ്ങ ശരിക്കും ഇങ്ങനെ നാര് പോലെ വന്നിട്ടേ ഉള്ളൂ. ശരിക്കും കായായിട്ടില്ല. അത് നിറച്ചും മുരിങ്ങയ്ക്ക കിടപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വരുന്നതിന് നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. അവിടെ മൊത്തം മരങ്ങളും കിളികളുടെ സൗണ്ടും ചെടികളും അവിടെ എല്ലാം കൃഷി, അവർ പച്ചക്കറികളെല്ലാം നട്ടുണ്ടാക്കുന്നുണ്ട്. കുറേ ഏക്കറുണ്ട്. ഇത് ഒരു ഇങ്ങനെ അവരങ്ങനെ ഓരോന്നിങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ഹോള് പണിഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇത് ഞങ്ങളുടെ കൊച്ചുങ്ങടെയൊക്കെ പാട്ട്. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. ഇത് അവസാനത്തെ ദിവസത്തെ അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ചിക്കൻ കറിയും ഈ നമ്മുടെ പടവലങ്ങ മെഴുക്കുവരട്ടി പോലെ, അങ്ങനെ നമ്മൾ ഇതുപോലെ മെഴുക്കുവരട്ടി പോലെ അല്ല, അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇതെന്ന് പറയുന്നത് ഞായറാഴ്ച ലാസ്റ്റ് ഡേ വന്നിട്ട് ഞാൻ അപ്പം ബീഫ് കറി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ അരി വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത്. പിന്നെ വന്നിട്ട് അരിയും കുറച്ച് എപ്പോഴാണ് ഞാനൊരു 6 മണി 6:30 ആയപ്പോഴാണ് അരച്ച് വെച്ചത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഈസ്റ്റ് ചേർത്ത് 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കണമല്ലേ രാത്രി ഡിന്നറിനായിട്ട്. അതിൽ ഞാൻ കുറച്ച് തേങ്ങയും, അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് പച്ചരി, 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത്. കാരണം ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഈസ്റ്റ് അത്രയും ചേർത്ത്. കാരണം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത്. ഇപ്പോൾ 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂറായി. അപ്പം മാവൊക്കെ നന്നായി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ബാക്കി മാവ് കുറച്ചുണ്ടായിരുന്നു, അതും പിന്നെ വേറെയും കൂടെ ഞാൻ പറഞ്ഞില്ലേ ന്യൂ ഇയറിന് ഞാൻ ഉണ്ടാക്കിയത്, ഇതിൽ നിന്നുള്ള കുറച്ച് മാവും. പിറ്റേ ദിവസം ഞാൻ മാവ് അരയ്ക്കാൻ നേരം ഈസ്റ്റ് ചേർത്തില്ല, ഇതിൻ്റെ അകത്തുള്ള ഈസ്റ്റേ ഉള്ളായിരുന്നു. എന്നിട്ട് നല്ല സോഫ്റ്റും അപ്പോൾ നമുക്ക് കിട്ടിയത്.
ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് 2 പാൻ വെച്ചിട്ട്, കാരണം അന്ന് ഒത്തിരി നല്ല ടയേർഡായിട്ടാണ് ഞാൻ വന്നത് തന്നെ. ഞങ്ങളിവിടെ വീട്ടിൽ എത്തിയോണ്ടേ ഒരു 4 മണിയായി. 4 മണിയായി. ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എണീറ്റ് പെട്ടെന്ന് ഒരു 6:30 ആയപ്പോഴത്തേനും അരച്ച് വെച്ചതാണ് ഇത്. അപ്പോൾ ഇനി ഞാൻ അപ്പം ചുട്ടെടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒഴിച്ച് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അത് സൈഡ് ചുരുണ്ടൊന്ന് വരും, അല്ലെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരുമായിരുന്നു. കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചുരുണ്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഈ സൈഡൊന്നും ചുരുണ്ടിരിക്കുന്നത്. അല്ലാതെ മുരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. ഇച്ചിരി സോഫ്റ്റ് ഇങ്ങനെ വാടി ഇരിക്കത്തില്ല. നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് സോഫ്റ്റായിട്ടിരിക്കത്തില്ലേ, അതാണ് എനിക്കിഷ്ടം. ഇവിടെ ഇപ്പം ഞാനും ഡാഡിയുമേ ഉള്ളൂ ഇവിടെ രാത്രി. മറ്റവരൊക്കെ അവരൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. അവർ 3 പേരും കളിക്കാനൊക്കെ ആയിട്ട് പോയി. റീച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ സൊസൈറ്റി പോയി ബാഡ്മിൻ്റൺ കളിക്കാൻ. പിള്ളേരും പോയി. അപ്പോൾ അവർ വന്നുണ്ടെങ്കിൽ പിന്നെ 10-10:30 പിന്നെ ഡാഡിക്കും ക്ഷീണമാണ്. ഇത്രയൊക്കെ പ്രായമായിട്ട് ഡാഡി ഇത്രയും ദൈവം നടത്തുന്നല്ലേ. അപ്പോൾ ഡാഡി കിടന്ന് ഉറങ്ങുക, എന്നാലും 9 മണി ആകാറായില്ലേ. അപ്പം അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ മീൻസ് ഇതുപോലെ ഇത്തിരി ലേറ്റായിട്ട് 9:30 അല്ല 9:30 മുമ്പോട്ട് തീരും മീറ്റിംഗ്. 9 മണിയാകുമ്പോൾ കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കൊടുക്കുന്ന ഡാഡിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടി ഞാൻ 6:30 അരച്ച് വെച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത്ര ലേറ്റായതാണ്, അല്ലെങ്കിൽ നേരത്തെ കൊടുത്തേനായിരുന്നു. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇത്രയും സൺഡേലത്തെ വീഡിയോ സൺഡേ ഞാൻ പറഞ്ഞില്ല മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ചെയ്ത വീഡിയോ. ഇനിയും കാണിക്കുന്നത് ഞാൻ ഇന്നലെ ചെയ്ത പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അല്ലാതെ വേറൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ. അപ്പം നമുക്കിനി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രൂട്ടി പക്ഷേ പാക്കറ്റിൽ ഇതാണ് വാങ്ങിച്ചത്. പക്ഷേ ഒരു കളറ് മാത്രമേ ഉള്ളൂ. ഞാൻ ചിന്തിച്ച് പല കളറ് കാണുമെന്ന്. പക്ഷേ ഇതിൽ പല കളറ് കാണിക്കുന്നുണ്ട്. കിട്ടിയാണോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറേ ഉള്ളായിരുന്നു. എന്നിട്ട് കുറച്ച് അരിയില്ലാത്ത ഉണക്ക മുന്തിരി. പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ വല്ലതൊക്കെ ചേർക്കാം. അണ്ടിപ്പരിപ്പ്, ബദാം, ഇതൊക്കെ നിങ്ങൾക്കിനി ഇതിൻ്റെ അകത്ത് ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത എന്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അതൊക്കെ ചെയ്യാം. ഞാനിപ്പം അണ്ടിപ്പരിപ്പ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പോൾമോൻ ആ ചിക്കൻ കറിക്ക് പറഞ്ഞില്ല ഇച്ചിരി കൂടെ തിക്ക് വേണമെന്ന്. അപ്പം ഞാൻ ഈ അണ്ടിപ്പരിപ്പ് എടുത്ത് അരച്ചതാണ്. ഇനി കുറച്ചേ ഉള്ളൂ. അത് ഞാൻ എന്നാൽ ആ ടോപ്പിൽ ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിൽ വെക്കാമെന്നും പറഞ്ഞ് വെച്ചേക്കുക. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കണ്ടേനായിരുന്നു. അവൻ പെട്ടെന്നില്ല ഇത്തിരി കറി ഇത്തിരി ഇത് കുറുകിയിരിക്കണമെന്ന് പറഞ്ഞപ്പം സവാളയൊന്നും അരിയാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പം ഞാനീ ചെയ്യുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കേക്കാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കേക്കിൻ്റെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഓറഞ്ച് നീരിലാണ് ഇതൊക്കെ സോക്ക് ചെയ്ത് വെച്ചേ. പക്ഷേ ഞാൻ ഇതിപ്പോൾ ഓറഞ്ച് നീരിലൊന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല. വെറും സിമ്പിൾ എന്ന് വെച്ചാൽ വെറും സിമ്പിൾ മെത്തേഡാണ് ഇത്. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള ഓറഞ്ച് നീരിൽ കുതിർത്ത് കുറച്ച് നേരം വയ്ക്കുക. ഇത് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ആദ്യം നമുക്ക് ഇളക്കൊന്നും വേണ്ട. ഞാൻ പാൻ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലൂസായിട്ട് വന്നുകൊണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അടിക്കട്ടിയുള്ള പാത്രത്തിലാണിത് കാരമൽ ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും. പണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒരു കട്ട് പറഞ്ഞ് എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്ക് പാനായിരുന്നോ എന്ന് ഒരു ഡൗട്ട്. ഇതുപോലെ കാരമൽ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കത്തില്ലേ, വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കിന് അതിൻ്റെ അകത്ത് അതെല്ലാം ഇളകി ഒരു വല്ലാത്ത പാത്രം നശിച്ചു പോയി എൻ്റെ. അപ്പോൾ എന്താണ്ട് ഇപ്പം കളർ മാറി വരുന്നുണ്ട്. ഇനി നമുക്കിത് തീ ഒന്ന് ഒത്തിരി ഒന്ന് ഹൈ ആക്കണ്ട, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒത്തിരി അങ്ങ് കറുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തീ ഒന്ന് ഓഫ് ആക്കുക, കാരണം എൻ്റെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. ഇനി അങ്ങോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ വെള്ളം ഒഴിച്ചിട്ട് മാറിക്കോ. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്തിരി ഒന്ന് മുങ്ങിക്കിടക്കണം അതുപോലെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തീ ഓഫാക്കിയെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഇച്ചിരി പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത്രയും പൊട്ടിത്തെറി ഉണ്ടാവത്തില്ല. ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ തീ ഓണാക്കുക കേട്ടോ. ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3/4 കപ്പ് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചൊക്കെ ചേർക്കേ. ഇതിലേക്ക് നമുക്ക് നിങ്ങളുടെ പൊടിച്ച സാധനങ്ങളുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്തെങ്കിലും ഇപ്പോൾ പൊടിച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറിച്ചത്. ഇതുപോലൊരു പട്ട,
ഈ ഗ്രാമ്പു അധികം മൃഷയുള്ളതല്ല, അതുകൊണ്ടൊരു 4-5 എടുത്തിട്ടുണ്ട്. ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂണോളം ചുക്കുപൊടി. ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാമേ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായി ഒന്ന് വെന്ത സോക്കായിട്ടുണ്ട്. ഇനി ഞാനങ്ങ് തീ ഓഫാക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാമേ. 1-2 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട വേണം. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുമ്പേ 1-1.5 മണിക്കൂർ മുമ്പിട്ടേ എടുത്ത് വെളിയിൽ വെച്ചതാ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉണ്ടാക്കരുതേ. അത് നമുക്കിതിലൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാൻ 3 കൂടെ. ഇതിലേക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സിയിൽ ഇത് കാണിക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ. ആദ്യം നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ആ പഞ്ചസാര ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ഞാനിപ്പോൾ അടിച്ചതെല്ലാം കൂടെ വേറൊരു ബൗളിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 പിഞ്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ, നമ്മുടെ മൈദാപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് അരിച്ച് വെച്ച് അത് കുറേശ്ശെ ഇതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കേക്ക് ടിന്നുണ്ട്, എന്നാലും ഞാൻ അതെടുക്കാതെ ഇത് കാണിക്കുന്നത്. കേക്ക് ടിൻ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാം, ഞാനും കാണിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിലെല്ലാം ഒന്ന് ഇച്ചിരി ഓയിൽ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്, അതിലും ഞാൻ ഇച്ചിരി ഓയിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാറ്റർ ഇതിൽ ഒഴിക്കാൻ നേരം ഉണ്ടല്ലേ, ആ ബാറ്റർ അത് വീണുണ്ടേ സൈഡിൽ നിന്ന് ഇത്തിരി ഒന്ന് താപ്പോട്ടാവാൻ തുടങ്ങി. പിന്നെ ഞാൻ പേപ്പർ നേരെ വെച്ചിട്ട് പിന്നെ ഞാൻ പോളിനെ വിളിച്ചിട്ട് അവൻ ഈ ബട്ടർ പേപ്പർ പിടിക്കും. അല്ല തന്നെ നമുക്ക് ഒഴിക്കുമ്പം അത് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത്, അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഹെൽപ്പ് ചെയ്തിട്ട് ഒഴിക്കണേ, അല്ലെങ്കിൽ അത് ശരിക്ക് വീഴത്തില്ല. ശരി, ബാറ്റർ വീഴും, പക്ഷേ അത് ബട്ടർ പേപ്പറിൽ നിൽക്കത്തില്ല, വെളിയിലോട്ടെങ്ങാണോ ഒന്ന് പോവും. അപ്പം ഞാനിതൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം എൻ്റെ കയ്യിലൊരു പഴയ അലൂമിനിയം ചെരുവ് ഉണ്ടായിരുന്നു, അതിലും ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ആദ്യം അതൊന്ന് 5 മിനിറ്റ് ഒന്ന് 5 മിനിറ്റ് അല്ല, ആ പാത്രം ഒന്ന് ചൂടായിട്ട് വരണം. എന്നിട്ട് അതിൽ ഇതുപോലൊരു റിങ് വയ്ക്കണം. ഇവിടെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും സാധാരണ നമ്മുടെ ഈ പാത്രങ്ങളിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ചൂടാവുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലേ, ആ സ്മെല്ല് വന്നുകൊണ്ടെങ്കിൽ ഇവിടെ ഈ പിള്ളേർ 2 കൂടെ കത്തിപ്പോയെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ച്. ഞാൻ പറഞ്ഞെടാ ഇല്ലടാ പിള്ളേരെ, ഇല്ലടാ, എനിക്ക് മനസ്സിലാവണമല്ലോ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇവന്മാരുടെ പേടി കാരണം ഞാൻ പിന്നെ അതിൽ നിന്ന് അങ്ങ് മാറ്റി, ഞാൻ വേറെ പാത്രത്തിൽ വെച്ച്. ഇതിലും ചെയ്യാൻ പറ്റും കേട്ടോ, ഈ പിള്ളേരുടെ പേടി കാരണം ഞാനിതങ്ങ് മാറ്റിയതാണ്. അപ്പോൾ ഞാനിതിന് മുകളിൽ ഇങ്ങനെ അണ്ടിപ്പരിപ്പും പിന്നെ എൻ്റെ കയ്യിൽ ഈന്തപ്പഴമേ ഉള്ളായിരുന്നു, ഈന്തപ്പഴം കൂടെ വെച്ച്. നിങ്ങളുടെ കയ്യിൽ ചെറി ഉണ്ടെങ്കിൽ കാണാനൊരു രസമാണ് ചെറിയൊക്കെ വെക്കുമ്പം. ഞാനതെല്ലാം ഇങ്ങനെ പിന്നെ ഞാൻ ഈ കടായിക്കകത്താക്കി. ഏതിലാണേലും നിങ്ങൾക്ക് അല്ലെങ്കിൽ കുക്കറിൽ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പാത്രം കരിയുമോ എന്നങ്ങനെ പേടിയുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് വിതറണം, ഒരു പാക്കറ്റേൽ ഉപ്പ് വിതറണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെക്കുവാണ്, ഒരു സ്റ്റാൻഡ് വെച്ച് ഈ ബാറ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ടേ കുറച്ചുകൂടെ സമയം കുറച്ച് മതി. കാരണം ആ ഉപ്പ് നന്നായി ചൂടായി ബേക്കായി പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതൊന്നീ കുക്കറിൽ വെക്കാം. കുക്കറിൽ പ്ലെയിനായിട്ട് വെച്ചാലും കുഴപ്പമില്ല. ഏത് പാത്രത്തിൽ വെക്കുവാണെങ്കിലും ആദ്യം ആ പാത്രം ഒന്ന് ചൂടാവണേ, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ പാത്രം ഒന്ന് ചൂടായതിന് ശേഷമേ ബാറ്റർ വെക്കാവേ. എന്നിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കണം, പിന്നെ ഒരു
മീഡിയം ഫ്ലെയിമിൽ. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ പിന്നെ എനിക്ക് ആദ്യത്തെ 10 മിനിറ്റ് വെച്ചിട്ട് പിന്നൊരു 40 മിനിറ്റ് എനിക്ക് എടുത്തു ഇത് വേവാനായിട്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ കുത്തി നോക്കിയുണ്ടെങ്കിൽ ഒട്ടും അതിൽ ലിക്വിഡില്ല, അത് വെന്തെന്നർത്ഥം. ഇനി നിങ്ങൾക്ക് വേണേൽ അതെടുത്ത് വെളിയിൽ ഉടനെ വെക്കാം. ഞാൻ ഇച്ചിരി നേരം കൂടെ അങ്ങ് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാനെടുത്ത് വെളിയിലോട്ട് വെച്ചതേ. ഇപ്പം ഞാനിതൊന്ന് സൈഡെല്ലാം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് വെളിയിലെടുക്കട്ടെ. അയ്യോ, ഇത് വെന്തപ്പോൾ തൊട്ട് വേവുമ്പോൾ ഒരു മണം വരുമല്ലോ, അന്നേരം തൊട്ട് ഈ പ്രൈസ് എൻ്റെ പുറകെ നടക്കുക. ഒരു സമാധാനം തന്നില്ല എനിക്ക്. അപ്പോൾ നമുക്കിതൊന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചാണ്. നിങ്ങൾക്ക് കത്തി ഇറങ്ങുമ്പോൾ അറിയാമല്ലേ എത്രത്തോളം സ്പോഞ്ചാണ് ഉള്ളത്. അപ്പം നമുക്കിതിനി കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ. ദാണ്ട് എന്നെ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോണേ, അവിടെ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. എന്നെ കട്ട് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് ഞാനത് എല്ലാവർക്കും കൊടുത്തിട്ട് രാത്രി പ്രാർത്ഥിക്കാൻ നേരം ഡാഡി എടുത്ത് വെച്ചു, ഡാഡി കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടാക്കിയതാണോ? ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ ഉണ്ടാക്കിയത് ചൂടില്ലായിരുന്നോ? അപ്പോൾ റീച്ചാൻ പറഞ്ഞു, ആ പറഞ്ഞതിൻ്റെ അർത്ഥം വെളിയിൽ നിന്ന് വാങ്ങിച്ചത് പോലുണ്ടെന്നാ. സത്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത്, കുറേയും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ. ഞാൻ എന്നിട്ട് പ്ലേറ്റിലോട്ട് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ 40 മിനിറ്റ് ഗ്യാസ് തീരുമെന്ന്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ ചിലപ്പോൾ ചെറിയ തീയിലായിരിക്കും, ചിലപ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കും. അങ്ങനെ ഒരിക്കലും ഗ്യാസൊന്നും തീരത്തില്ല. നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓവൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്രയും സമയമൊക്കെ എടുക്കും. കുക്കറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും സമയവും വേണ്ടി വരത്തില്ലെന്ന്. അത് എത്രയും അതിൻ്റെ അകത്ത് ആ ചൂട് തങ്ങി നിൽക്കുന്നോ അതനുസരിച്ച് ടൈമിങ് കുറയും. ഇപ്പോൾ ഉപ്പിട്ടിട്ട് ചെയ്യുവാണെങ്കിൽ കുറേയും കൂടെ ആ ഉപ്പ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഡബ്ബയിലിട്ട് വെച്ചിരുന്നാൽ മതി. ഞാൻ കുക്കറിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് നേരത്തെ വീഡിയോ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. കാരണം ഉപ്പൊന്ന് ആദ്യമേ ഉപ്പ് കുറേ നേരം ഇട്ടൊന്ന് ചൂടാക്കണം. ചൂടാകുമ്പം നന്നായിട്ട് ബേക്കായിട്ട് അതിരിക്കും, നല്ല ചൂടിലിങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.